for delivering a spine-chilling performance, unleashing a terrifying transformation with a ഉർവശിക്ക് മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ആയിട്ട് അവാർഡ് ലഭിക്കുന്നു. അഭിലാഷ് ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിലൂടെ ഉർവശി വീണ്ടും ദേശീയ പുരസ്കാരം കൈവരിക്കുകയാണ്. ഉർവശി ഷെയർ ചെയ്യാണ് ആ അവാർഡ്. ഗുജറാത്തി ചിത്രമായ വാഷിൽ ജാൻകി ബോദിവാലയുടെ ഒപ്പം ഉർവശി ഷെയർ ചെയ്യാണ് ആ അവാർഡ്. പക്ഷേ ഉർവശി നേടിയെടുക്കുന്നു മറ്റൊരു ദേശീയ പുരസ്കാരം. മലയാളത്തിന്റെ അഭിമാന താരമായി ഉർവശി വീണ്ടും മാറുന്നു. ഉർവശിക്ക് മികച്ച സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിനായി ഒരു അവാർഡ് വീണ്ടും ദേശീയ പുരസ്കാര തിളക്കത്തിൽ നേടുന്നു ഉർവശി എന്നുള്ളത് പറയേണ്ടി വരും. മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം ദേശീയ പുരസ്കാരങ്ങൾ അതേ അളവിലുണ്ടായിരുന്നു. ഉർവശി ഇപ്പോൾ അവരെയും പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം വിജയരാഘവനും ലഭിക്കുന്നു ഒരു ദേശീയ പുരസ്കാരം. പൂക്കാലം എന്ന സിനിമയിലൂടെ തന്നെ, പൂക്കാലം എന്ന ചിത്രത്തിൽ 90 വയസ്സായ ഒരു വയോധികൻ അതിൽ ഏറ്റവും മികച്ച രീതിയിൽ വിജയരാഘവനും പുൾ ഓഫ് ചെയ്യുന്നു. അങ്ങനെ 2 പുരസ്കാരങ്ങൾ കൂടി മലയാളികളെ തേടിയെത്തുന്നു. ഒന്ന് ഉർവശിക്കും ഒന്ന് വിജയരാഘവനും കൂടി നേടുന്നു. ഉർവശിക്ക് ഉള്ളൊഴുക്കുന്ന ചിത്രത്തിലൂടെ ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്യുമ്പോൾ പോലും ഏറ്റവും കൂടുതൽ മലയാളി പ്രേക്ഷകർ മാത്രമല്ല, അത് പിന്നീട് OTT-യിലും കൂടെ വന്നതിന് ശേഷം ഇന്ത്യൻ പ്രേക്ഷകർ ഒട്ടാകെ തന്നെ ഉർവശിയുടെ അഭിനയത്തെ വാഴ്ത്തിപ്പാടുന്നു. ഇപ്പോൾ ദേശീയ പുരസ്കാരവും നേടുന്നു ഉർവശി. മികച്ച സഹനടിയായി ഉർവശി തെരഞ്ഞെടുക്കപ്പെടുന്നു. ഒപ്പം വിജയരാഘവനെ തേടിയും പുരസ്കാരം എത്തുന്നു. ഉർവശിയെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചുവരവ് മലയാള സിനിമയിൽ നടത്തിയ ഉർവശി ഇപ്പോൾ ദേശീയ പുരസ്കാര നിറവിലേക്ക് എത്തുന്നു എന്നത് തീർച്ചയായും അങ്ങേയറ്റം അഭിമാനകരമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉള്ളൊഴുക്ക് എന്ന ചിത്രത്തിൽ പാർവതിയാണോ അതെയോ ഉർവശിയാണോ മികച്ച അഭിനയം പുലർത്തിയത് എന്ന് അത് കണ്ട പ്രേക്ഷകരൊന്നടങ്കം സംശയിച്ചു പോയിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ 2 വനിതകൾ മത്സരിച്ച് അഭിനയിച്ച ചിത്രമായിരുന്നു ഉള്ളൊഴുക്ക്. ആ ചിത്രത്തിന് ഇതാ ഏറ്റവും മികച്ച മലയാള ചിത്രമായി തെരഞ്ഞെടുക്കുന്നു എന്ന് മാത്രവുമല്ല, അതിലെ മികച്ച നടിയെ റാണി മുഖർജി തെരഞ്ഞെടുക്കപ്പെടുന്നു. മിസസ് ചാറ്റർജി വേഴ്സസ് നോർവേ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റാണി മുഖർജി ബഹുദൂരം മുന്നിലായിരുന്നു.